പൊള്ളാച്ചിയിൽ നിന്നും. ഷാരിക്ക് പറഞ്ഞ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. നാട്ടിൽ നിന്നും ബന്ധുക്കൾ വന്ന് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിലാണ്. അതിനുശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക എന്നറിയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് നടപടിക്രമങ്ങൾ എന്നിപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പുലർച്ചയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ പ്രമേഷ് മലപ്പുറം പാങ്ങിൽ നിന്നും ചേരുന്നുണ്ട്. നിഖിൽ, ആ നാട്, പാങ് എന്ന നാട് അത്യന്തം ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അവിടെ നിന്നും വരുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രമേൽ വലിയ ആഘാതം അപകടത്തിൻ്റെ രൂപത്തിൽ ആ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എല്ലാവരും അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ഈ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായവരെല്ലാം. അവരെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. നാട്ടുകാരിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ യാത്രാസംഘം പുറപ്പെട്ടത് എപ്പോഴാണ്? എന്തായിരുന്നു യാത്രയുടെ ഉദ്ദേശം? അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ടോ നിഖിൽ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം കണ്ണീരിലാഴ്ന്നിരിക്കുകയാണ് ഈ ഒരു നാടൊട്ടുക്കെ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട്ടിലെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന, നാട്ടിലെ കലോത്സവങ്ങൾക്കൊക്കെ ഇവിടുത്തെ രക്ഷിതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിലെ അധ്യാപകർ അവരുടെ ഏതാണ്ട് 11 മാസക്കാലത്തെ ഒരു അധ്യയന വർഷം ഏതാണ്ട് പൂർത്തിയായി, വാല്യുവേഷനൊക്കെ പൂർത്തിയായ ശേഷം അവർ ഒരു വിശ്രമത്തിന് വേണ്ടി ഒരു വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ സഹോദരി ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത്? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കോട്ടക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ നമ്മളുടെ ന്യൂസ് ചാനലുണ്ട്, ആ ന്യൂസ് ചാനൽ വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നതാണ്. അടുത്ത ദിവസം കൂടെ കണ്ട റംല ടീച്ചർ എൻ്റെ അടുത്ത നൈബറാണ്. അവർ മിഞ്ഞാന്ന് എൻ്റെ കൂടെയാണ് സ്കൂളിലേക്ക് വന്നത്. എൻ്റെ കാറിലാണ് വന്നത്. അതൊരു ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ, ഭയങ്കര അവസ്ഥ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ഇവരെ അടുത്ത പരിചയമുള്ള സുഹൃത്തിന്റെ നേരെ സഹോദരിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും അറിയണതാണ്. എല്ലാവരും ഇവിടെ ഉള്ള തന്നെയല്ലേ, എല്ലാവരും അറിയണതാണ്. ഇവരൊക്കെ ഈ നാടൊട്ടുക്കെ ഈ വിവരം അറിഞ്ഞതിന്റെ ഒരു വലിയ ഞെട്ടലും ആഘാതത്തിലുമൊക്കെയാണ്. അതിൽ നിന്ന് ഇതുവരെ അവർക്ക് മുക്തരാവാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതിവേഗത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക, ആ ബന്ധുക്കൾക്ക് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, ഇതിനൊക്കെയാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടങ്ങൾ നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ പാങ്ങിൽ നിന്ന് പോയിട്ടുള്ള ബന്ധുക്കൾ, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളൊക്കെ അവിടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർ മൃതദേഹങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നാൽ അത് വളരെ വേഗത്തിൽ, അതായത് സാധാരണ ഈ അപകട മരണങ്ങൾക്കൊക്കെ ചെയ്യുന്നത് പോലെ വളരെ വേഗത്തിലായിരിക്കും അത്തരം നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോയ ആളുകൾ അവിടെ എത്തിയോ? എന്താണ് നമുക്ക് അറിയാൻ പറ്റിയത്? അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 4 പേര് ആസ്പത്രിയിൽ ജീവനോട് കൂടി ഉണ്ട്. അത് 2 കുട്ടികളും 2 ഡ്രൈവർമാരുമാണ്. സ്കൂൾ ഡ്രൈവറും മറ്റേ ട്രാവലിന്റെ ഡ്രൈവറും, 2 ഡ്രൈവർമാരും 2 കുട്ടികളും. ഒന്ന് ഷക്കീല എന്ന് പറഞ്ഞ ടീച്ചറെ കുട്ടിയാണുള്ളത്, മറ്റൊന്ന് ഇവിടെ പാചകക്കാരി ആയിട്ടുള്ള അവരുടെ കുട്ടിയാണുള്ളത്. 2 പേര് ലൈവിലുണ്ട്. എന്താണ് ഇവിടുന്ന് പോയ ആളുകൾ നമുക്കിപ്പോ തന്ന വിവരം? 10 മരണം എന്നുള്ളത് അവരും സ്ഥിരീകരിച്ചു. 9 അവർ പറഞ്ഞത്. 9 പേരാണ് പറഞ്ഞത്. ഈ 4 പേരും അടക്കം 13 പേരാണ് യാത്രക്കാരുള്ളത് അവർ പറഞ്ഞത്. 13 + 1 ഡ്രൈവർ അടക്കം 14 പേര്. 14 അങ്ങനെ കൃത്യം അറിയില്ല. അപ്പൊ ഇതാണ് പറഞ്ഞത്, 4 പേര് ജീവിക്കേണ്ടത് ഒരു മെസ്സേജ് വന്നത്. ഈ 2 ഡ്രൈവർമാരും 2 കുട്ടികളും, ബാക്കിയുള്ളവർ മരിച്ചു എന്നാ പറഞ്ഞത്. അത് അത്യന്തം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഈ പൊതുദർശനം അടക്കം ക്രമീകരിച്ചിട്ടുണ്ടോ? ഹൈസ്കൂളിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ ട്രാഫിക് സൗകര്യമുള്ളൂ, അവിടെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നാടൊട്ടുക്കെ ഈ അധ്യാപകരെയും കുട്ടികളെയൊക്കെ കാണാൻ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂളിൽ ഇപ്പോൾ ഈ മരിച്ച അധ്യാപകർ പോയ സ്കൂളിൽ അതിനുള്ള സ്ഥലപരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ളത് വളരെ അടുത്തുള്ള സ്കൂളാണ്. തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. ഹൈസ്കൂളാണ് സമീപത്താണ്. പാങ്ങിന്റെ സെന്ററാണ് ഹൈസ്കൂൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.